ഉക്രൈനിൽ 500 ഉത്തര കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടോ? കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഉക്രൈനിയൻ മാധ്യമങ്ങളും പ്രതിരോധ വാർത്താ ഏജൻസിയായ ഗ്ലോബൽ ഡിഫൻസ് കോർപ്പറേഷനെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റഷ്യക്കെതിരെ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആയുധങ്ങൾ പ്രയോഗിക്കുവാനുള്ള അനുമതി ബൈഡൻ നൽകിയ ശേഷം ബ്രിട്ടൻ അവരുടെ സ്റ്റോം ഷോഡോ മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിച്ചിരുന്നു. ലോകത്ത് വലിയ ചർച്ചയായ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങുന്നു എന്ന നിരീക്ഷണങ്ങൾ ശക്തമാക്കിയ ഈ ആക്രമണത്തിന് ബ്രിട്ടൻ മറുപടി പറയേണ്ടി വരുമെന്നും തക്കതായ സമയത്ത് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരുന്നതുമാണ്. എന്നാൽ തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയോട് ഉത്തര കൊറിയയോ റഷ്യയോ ഇതുവരെ പ്രതികരിക്കുകയോ വാർത്ത സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതേസമയം ഉക്രൈനിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഏറ്റെടുത്ത വിവിധ മാധ്യമങ്ങൾ രംഗത്ത് വന്ന് ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദ സ്റ്റേറ്റ്സ്മാൻ, RBC ന്യൂസ്, ജോങ് അങ് ഡെയിലി, ന്യൂസ് വീക്ക്, KBS വേൾഡ്, കൊറിയൻ ടൈംസ്, റേഡിയോ ഫ്രീ ഏഷ്യ, ഒപ്പം ടൈംസ് ഓഫ് ഇന്ത്യയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസി ഉത്തര കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അവർ പറയുന്നു. മാരിയോ എസ്റ്റേറ്റ് എന്ന പ്രദേശത്തെ സൈനിക കമാൻഡ് പോസ്റ്റിന് നേരെ നടന്ന ആക്രമണത്തിൽ റഷ്യൻ സൈന്യത്തിലെ ഉന്നത മേജർ ജനറലും കൊറിയൻ സൈന്യത്തിലെ മറ്റൊരു ഉയർന്ന ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമമനുസരിച്ച് കൊല്ലപ്പെട്ടവരുടെ കണക്കുകളും വിവരങ്ങളും ഇരു രാജ്യങ്ങളും പ്രസിദ്ധപ്പെടുത്തണമെന്നാണ്. ആക്രമിക്കുന്നതിന് മുൻപ് ഏത് രാജ്യമാണോ ആക്രമിക്കുന്നത് അവർ എവിടെ ആക്രമിക്കുന്നു എന്നും എപ്പോൾ ആക്രമിക്കുന്നു എന്നും ജനങ്ങൾക്ക് സുരക്ഷിതമായി ഒഴിഞ്ഞു പോകുവാനുള്ള മുന്നറിയിപ്പ് നൽകുകയും വേണമെന്നാണ് ചട്ടം. എന്നാൽ ഉക്രൈൻ ആക്രമിച്ച മാരിയോ എസ്റ്റേറ്റ് ഉക്രൈൻ സൈന്യം നുഴഞ്ഞു കയറിയ കൂക്സ് മേഖലയിലുള്ളതാണ്. ഇവിടെ നിലവിൽ സൈനിക ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നും ഇത്തരം ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നുമാണ് പറയപ്പെടുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും അവരുടെ ഭാഗത്തെ നഷ്ടങ്ങളുടെയും മരണത്തിൻ്റെയും കണക്കുകൾ പുറത്തുവിടുന്നില്ല എന്നാണ് പ്രതിരോധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉക്രൈനിലും റഷ്യയിലും നടക്കുന്നത് എന്തൊക്കെയാണ്, എത്ര പേർക്ക് ഇഞ്ചുറി സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച് ഒരു വിവരവും പുറം ലോകത്തേക്ക് വരുന്നില്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും പുറത്തുവിടുന്ന കണക്കുകളിൽ എത്രമാത്രം വിശ്വാസ്യതയുണ്ട് എന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതേസമയം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മുഖ്യധാര മാധ്യമങ്ങൾ ഒന്നും തന്നെ അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ വാർത്തകൾ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ പാശ്ചാത്യ ചേരിയോടും ദക്ഷിണ കൊറിയയോടും ഒക്കെ താല്പര്യമുള്ളവരും അനുഭാവമുള്ളവരും ഈ സർക്കാരുകളുടെയൊക്കെ ഫണ്ടിങ് കൈപ്പറ്റുന്നവരുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയിൽ നിഷ്പക്ഷത നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഉക്രൈന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കിയവ് പോസ്റ്റിൽ റഷ്യൻ സൈന്യത്തിന് സംഭവിച്ച നഷ്ടങ്ങളുടെ അഥവാ 3 വർഷം നീണ്ട റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഉക്രൈൻ്റെ ആക്രമണത്തിൽ റഷ്യക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു കണക്ക് വിവരിക്കുന്നുണ്ട്. ഇതുകൂടി നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ഈ കണക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നത് നമുക്ക് മനസ്സിലാകും. അവർ പറയുന്നതനുസരിച്ച് റഷ്യയുടെ 7,32,350 സൈനികർ 3 വർഷം നീണ്ട ഈ പ്രത്യാക്രമണത്തിനിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഉക്രൈൻ്റെ അവകാശവാദം. ഇതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതും അവിശ്വസനീയവുമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സൈനികരുള്ള ഒരു രാജ്യമാണ് റഷ്യ. 40 ലക്ഷം സൈനികരുള്ള വലിയൊരു ടീമിൻ്റെ 1/4 ഭാഗത്തിനടുത്ത സൈനികർ കൊല്ലപ്പെടുമ്പോൾ റഷ്യ യുദ്ധം ഈ രീതിയിലായിരിക്കുമ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുക. അവർ അടിയന്തര പ്രാധാന്യം നൽകി തിരിച്ചടിക്കില്ലേ? കൂടുതൽ സൈനികരെ രംഗത്തിറക്കില്ലേ? ഉക്രൈൻ മാധ്യമം പറയുന്ന മറ്റു കണക്കുകൾ ഇങ്ങനെയാണ്. റഷ്യയുടെ കാലാൾപ്പടയുടെ 7 ലക്ഷത്തോളം സൈനികർ കൊല്ലപ്പെട്ടതിന് പുറമെ റഷ്യയുടെ 9,429 അത്യാധുനിക ടാങ്കുകൾ, 20,787 ആർട്ടിലറികൾ, 19,236 ആംഡ് വെഹിക്കിളുകൾ, 369 എയർക്രാഫ്റ്റുകൾ, 329 ഹെലികോപ്റ്ററുകൾ, 28 കപ്പലുകൾ എന്നിവ റഷ്യയുടേത് തങ്ങൾ തകർത്തു എന്നാണ് ഉക്രൈൻ മാധ്യമമായ കിയവ് പോസ്റ്റ് അവരുടെ ഓൺലൈൻ പോർട്ടലിൻ്റെ ഏറ്റവും മുകളിൽ ഇന്നത്തെ റഷ്യക്കുണ്ടായ നഷ്ടം, ഇതുവരെയുള്ള നഷ്ടം എന്ന കോളങ്ങളിൽ അവർ പ്രസിദ്ധീകരിക്കുന്നത്. അത് വളരെ രസകരമാണ്. കിയവ് പോസ്റ്റ് എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ കാണുന്നത് റഷ്യക്കുണ്ടായ നഷ്ടം എന്ന തലക്കെട്ടോടുകൂടി ഒരു കോളം നൽകുകയാണ്. അതിലിങ്ങനെ പ്ലസ് 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 കൂട്ടി കൊടുക്കും, ഇന്നിത്ര എന്ന് പറഞ്ഞ്. അങ്ങനെ ടോട്ടൽ കണക്കാണ് ഞാൻ ഈ വായിച്ചിട്ടുള്ളത്. ഇത് എത്രത്തോളം വിശ്വാസ്യമാണ് എന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ ഈ കണക്ക് അമേരിക്കക്ക് പോലും വിശ്വാസം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പില്ല. റഷ്യയുടെ ആയുധങ്ങളോ സംവിധാനങ്ങളോ ഈ രീതിയിൽ ആക്രമിക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ
ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കക്ക് പോലും പ്രയാസമുണ്ടായേക്കും. യുദ്ധത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാവുകയും റഷ്യൻ കാലാൾപ്പടയ്ക്കും അതോടൊപ്പം തന്നെ കവചിത വാഹനങ്ങൾക്കുമൊക്കെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ്. ഉക്രൈൻ തന്നെ അത് പ്രചരിപ്പിച്ചിരുന്നതാണ്. റഷ്യ തന്നെ പലപ്പോഴും അത് സ്ഥിരീകരിച്ചിരുന്നതാണ്. എന്നിരുന്നാലും ഇവിടെ പറഞ്ഞ ഈ കണക്ക് കുറച്ചധികം തന്നെയാണ്. അമേരിക്കയോ യൂറോപ്യൻ യൂണിയനോ ഇത് അംഗീകരിക്കുമെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ എനിക്കേതായാലും പ്രയാസമുണ്ട്. ഇനി ഉത്തര കൊറിയയുടെ 500 സൈനികർ കൊല്ലപ്പെട്ടു എന്ന് തന്നെ കരുതുക. ഉത്തര കൊറിയയുടെയും റഷ്യയുടെയും പ്രതികരണം ഇങ്ങനെ ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. റഷ്യയുടെ തിരിച്ചടിയുടെ ഇനി അങ്ങനെ സംഭവിച്ചാൽ റഷ്യയുടെ തിരിച്ചടിയുടെ ആഘാതം അത്രമേൽ വലുതായിരിക്കും. 500 സൈനികർ കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് രാജ്യങ്ങളുടെ ഏതെങ്കിലും ഒരു സൈനിക തലവൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാരുടെ എന്തെങ്കിലും തരത്തിലുള്ള മറുപടികൾ ഉണ്ടാകും, വിശദീകരണം ഉണ്ടാകും, അതോടൊപ്പം തന്നെ തിരിച്ചടി ഉണ്ടാകും. ഇതൊന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കണക്ക് കുറച്ച് അവിശ്വസനീയമാണെന്ന് തന്നെ പറയാം. ഒപ്പം ഉത്തര കൊറിയ വെറുതെ ഇരിക്കുമെന്ന് കരുതാനും നമുക്ക് വയ്യ. വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്ന മുറക്ക് കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഏതായിരുന്നാലും കുറേ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ആക്രമണത്തിൻ്റെ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം 1-2 ദിവസങ്ങളായിട്ടേ ഉള്ളൂ. ഇന്നും അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ വാർത്താ ഏജൻസികൾക്ക് ലഭ്യമാകുന്നില്ല എന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നതാണോ ഇനി അതല്ല സംഭവിച്ചതാണോ എന്നതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ആവശ്യമുണ്ട് എന്നതും നമുക്കിവിടെ അനുമാനിക്കാം. ഒപ്പം തന്നെ അവിടെ നിന്നുള്ള വാർത്തകൾ പിന്നെ എങ്ങനെ നമുക്കൊക്കെ ലഭിക്കുന്നു എന്നതാണ്. അത് സ്ഥിരീകരിക്കപ്പെടുന്ന അന്താരാഷ്ട്ര ഏജൻസികൾ, പ്രതിരോധ മേഖലയിലെ വിദഗ്ധർ, അതോടൊപ്പം തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഒക്കെ അവരൊക്കെ നൽകുന്ന ചില വിവരങ്ങളും അവർ പങ്കുവെക്കുന്ന ചില വാർത്തകളെയൊക്കെ ആധാരമാക്കിയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഔദ്യോഗിക സൈറ്റുകളിൽ നിന്നൊക്കെയുള്ള അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താ ഏജൻസികളും സംവിധാനങ്ങളും ഒക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ചില കണക്കുകളും സ്ഥിരീകരണങ്ങളും ഒക്കെയാണ് വാർത്തകളുടെ ആധാരം എന്തെന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല.